അപകട സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവരാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അല്ലേ. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഉദ്യോഗസ്ഥർ പലപ്പോഴും അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്യാറുണ്ട്. അപകടം അവർക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു ജീവിച്ച ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 2009 ഡിസംബർ 31 കരുനാഗപ്പള്ളിയിൽ നാടിനെ ആകെ നടുക്കിയ അപകടമുണ്ടായത്. പാചകവാതകം കയറ്റി വന്ന ടാങ്കർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ടാങ്കർ പൊട്ടിത്തെറിച്ച് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ 12 പേർക്ക് ജീവൻ നഷ്ടമായി. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. 70% പൊള്ളലേറ്റ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വിനോദ് കുമാറിനെ പോലെയുള്ള ചിലർ വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 70% പൊള്ളലേറ്റിട്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഒരു മാസത്തോളം മെഡിക്കൽ കോളേജ് ICU തന്നെ ചികിത്സയിലായിരുന്നു. പിന്നെ 1.5 വർഷത്തോളം അവിടെ ചികിത്സയായിരുന്നു. പിന്നെ ഈ എൻ്റെ പ്രധാനപ്പെട്ട ഈ നെഞ്ച്, വയറ് അങ്ങനെ ഭാഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉള്ളിലേക്കൊന്നും തീ പോയൊന്നുമില്ല. കാല്, കൈ, പുറം ഇവിടെയൊക്കെയാണ് കൂടുതലും പൊള്ളൽ. ചെവിയുടെ ഭാഗങ്ങൾ അങ്ങനെയാണ് കൂടുതലും പറ്റിയത്. വയറിനൊന്നും പറ്റിയില്ല. അതാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഇത്രയും ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നപ്പം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അന്നേരം ഇതിന് ഡോക്ടർക്ക് എന്നാലും നല്ല രീതിയിലുള്ള കെയർ ആയിരുന്നു അവിടെ കിട്ടിയത്. ഇപ്പം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. കൈയുടെയൊക്കെ ഇത് പിന്നെ ഇടയ്ക്ക് അധികം തണുപ്പും വലിയ ചൂടും ഒക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. വാലണ്ടറി മെഡൽ കിട്ടി രാഷ്ട്രപതിയുടെ. അതിവിടെ മുഖ്യമന്ത്രി നിന്നായിരുന്നു മേടിച്ചത് തിരുവനന്തപുരത്ത് 2010. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ റെസ്ക്യൂവിനൊക്കെ പോകാറുണ്ടോ? അപ്പോൾ ഇല്ല, ഇപ്പം പുറത്തേക്കുള്ള വർക്കൊന്നും ചെയ്യേണ്ടെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഓഫീസ് വർക്ക് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നവരെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.